തൊഴിലാളി വിരുദ്ധ കരിനിയമം ലേബർ കോഡ് രാജ്യത്ത് പാസ്സാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ദേശീയ കൂട്ടായ്മ നടത്തുന്നത് ആദ്യമായിട്ടാണ് അത് സംഘടിപ്പിക്കുന്നത് കേരളമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ സാഹചര്യത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് നിങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരള സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അഭിമാനകരമായ നേട്ടങ്ങളുടെ പട്ടികയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നീതി ആയോഗ് പോലും കേരളത്തിൻ്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണെന്ന് അംഗീകരിക്കാൻ നിർബന്ധിതമായിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ യാദൃശ്ചികമായി ഉണ്ടായതല്ല. വ്യക്തമായ രാഷ്ട്രീയ ദർശനവും കൃത്യമായ വികസന കാഴ്ചപ്പാടും എന്നും ഈ ജനങ്ങളോടൊപ്പം ഉറച്ചു നിന്ന തൊഴിലാളി വർഗത്തിൻ്റെ അചഞ്ചലമായ പിന്തുണയാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പതിറ്റാണ്ടുകളായുള്ള തൊഴിലാളികളുടെ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായി രൂപം കൊണ്ട 29 തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ വെറും 4 തൊഴിൽ കോഡുകളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. പരിഷ്കാരങ്ങൾ എന്ന പേരിൽ ഇവയെ ദുർബലപ്പെടുത്തുന്നത് തൊഴിലാളി അവകാശങ്ങൾക്കും സാമൂഹ്യനീതിക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ്. ഇത് ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. വേതനം, തൊഴിൽ ബന്ധങ്ങൾ, സാമൂഹ്യ സുരക്ഷ, തൊഴിൽ സുരക്ഷ എന്നിങ്ങനെ 4 വിഭാഗങ്ങളായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഒറ്റനോട്ടത്തിൽ നിയമങ്ങൾ ലഘൂകരിക്കുന്നുവെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നടപടിയാണ്. ഇതിനെതിരെ കേരളം ശക്തമായ വിയോജിപ്പ് അറിയിക്കുന്നു. കോഡ് ഓൺ വേജസ് വരുന്നതോടെ നിലവിലുള്ള 87 തൊഴിൽ മേഖലകളിലെയും മിനിമം വേതനം ഇല്ലാതാകും. പകരം അൺസ്കിൽഡ് മുതൽ ഹൈലി സ്കിൽഡ് വരെ 4 വിഭാഗങ്ങളായി തിരിച്ച് ശമ്പളം നിശ്ചയിക്കുന്നത് അപ്രായോഗികമാണ്. ഇത് തൊഴിൽ മേഖലയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കും. ഇതിനെ നേരിടാൻ ആശുപത്രി, IT, മീഡിയ തുടങ്ങിയ മേഖലകളിൽ ഫെയർ വേജസ് നിയമം കൊണ്ടുവരുന്ന കാര്യം സംസ്ഥാനം ഗൗരവമായി ആലോചിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുൻപ് 10 തൊഴിലാളികൾ ഉള്ള സ്ഥാപനങ്ങളിൽ ബോണസ് നിർബന്ധമായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് അത് 20 തൊഴിലാളികൾ എന്നാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇത് കാരണം ചെറിയ സ്ഥാപനങ്ങളിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ബോണസ് നഷ്ടമാകുന്ന അവസ്ഥയുണ്ട്. തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആയുധമാണ് പണിമുടക്ക്. എന്നാൽ പുതിയ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം പണിമുടക്കുന്നതിന് 60 ദിവസം മുമ്പേ നോട്ടീസ് നൽകണം. ഇത് പ്രായോഗികമായി പണിമുടക്കുവാനുള്ള അവകാശം നിഷേധിക്കലാണ്. 300 തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടുവാൻ ഉടമകൾക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമം. ഇതിനെ നമ്മൾ ശക്തിയായി എതിർക്കുന്നു. ഇതുകൂടാതെ കെട്ടിട നിർമ്മാണ സെസ് പിരിക്കുന്നതിനുള്ള പരിധി ഉയർത്തിയത് നമ്മുടെ ക്ഷേമനിധി ബോർഡുകളെയും വരുമാനത്തെയും ബാധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 62 ലക്ഷം തൊഴിലാളി കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത്. വെബ് അധിഷ്ഠിത പരിശോധന എന്ന പേരിൽ ഫാക്ടറികളിലെ സുരക്ഷാ പരിശോധനകൾ ലഘൂകരിക്കുന്നതും അപകടകരമാണ്. തൊഴിൽ എന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ള വിഷയമാണ്. ആ ഫെഡറൽ അധികാരം ഉപയോഗിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ലേബർ ഓഫീസർമാർ നേരിട്ട് നടത്തുന്ന പരിശോധനകൾ കേരളത്തിൽ നമ്മൾ കർശനമാക്കും. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ഗിഗ് വർക്കർമാർക്കും പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും സംരക്ഷണം നൽകുന്ന പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകും. കേന്ദ്രത്തിൻ്റെ ഫ്ലോർ വേജ് കേരളത്തിലെ ജീവിത ചെലവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക് അന്തസ്സായി ജീവിക്കുവാൻ ആവശ്യമായ ഉയർന്ന വേതനം സംസ്ഥാനം ഉറപ്പാക്കും. തൊഴിലാളികളെ വെറും ലാഭമുണ്ടാക്കുവാനുള്ള യന്ത്രങ്ങളായിട്ടല്ല, മറിച്ച് നാടിൻ്റെ സമ്പത്തായാണ് ഇടതുപക്ഷ സർക്കാർ കാണുന്നത്. കേന്ദ്രം അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ അതിന് കാവൽ നിൽക്കുകയാണ് കേരളം. കേന്ദ്രം അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ അതിനെതിരെ കാവൽ നിൽക്കുകയാണ് കേരളം. ലേബർ കോൺക്ലേവിൻ്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന കത്തുമായി വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കൾക്കൊപ്പം കേന്ദ്ര തൊഴിൽ മന്ത്രിയെ നേരിൽ കാണും. നമ്മുടെ ആവശ്യങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്യും. ബഹുമാനരെ, തൊഴിലാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കരുത്തുറ്റ പോരാട്ടങ്ങളാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണം. അത് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നും മുന്നിലുണ്ടാകും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.